മന്ത്രിസഭയിൽ ചേരാൻ ഹൈക്കമാൻഡ് സമ്മർദ്ദം തുടരുമ്പോഴും നിലപാടിലായാതെ രമേശ് ചെന്നിത്തല തന്റെ കൂടെ നിൽക്കുന്ന നിരവധി തവണ MLA ആയവരെ അടക്കം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് കൊടുക്കാമെന്ന നിലയിലാണ് കോൺഗ്രസിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ പരിഭവം പരിഹരിക്കുമെന്നും നല്ല മന്ത്രിസഭ ഉണ്ടാകുമെന്നും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാം ശുഭകരം. കോൺഗ്രസിലെയും UDFിലെയും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ ബഹുമാനായ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഇനിയിപ്പോൾ കന്റോൺമെൻറ് ഹൗസിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും മറ്റ് UDF നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യും. എല്ലാം പരിഹരിച്ചു. Everybody will be comfortable in the Congress party. Yes. Joseph will be coming Tamil Nadu. Is it confirmed? It is not confirmed. അതേസമയം രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരം വഴുതക്കാടുള്ള വസതിയിലെത്തി കണ്ടു തളിപ്പറമ്പ് നിയുക്ത MLA TK ഗോവിന്ദൻ. വിശേഷം പറയാനില്ല. ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ എനിക്ക് UDF നേതാക്കൾ പ്രത്യേകിച്ചും രമേശ് ജിയുടെയൊക്കെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. എന്റെ മണ്ഡലത്തിൽ വന്നു, പ്രചരണത്തിന് വേണ്ടി വന്നു. ആ നിലയിൽ ആദ്യമേ വലിയ സപ്പോർട്ട് എനിക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ തന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാം സപ്പോർട്ടാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് അവര് പാർട്ടിയും രമേശ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് എന്റെ അത് അവര് തീരുമാനിക്കേണ്ടതാണ്. അത് CPMന്റെ നിലപാട്. ഞാനിപ്പോ CPM ഇല്ലല്ലോ. ഞാനിപ്പോ UDFന്റെ ഭാഗമാണ്. UDF എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്റെ നിലപാട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അങ്ങനെ ബന്ധമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാമീപ്യം ഇനി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനോട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചില്ല. ഷഫീദ് റാവുത്തർമേ സുരേഷ് കുമാറും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളും ചേരുന്നു. ആദ്യം ഷഫീദിലേക്ക് തന്നെ പോകുന്നു. ഷഫീദ്, ഈ VD സതീശൻ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ആ ദിവസം ഷഫീദ് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് മാധ്യമങ്ങളെ കാണാതെ മറ്റൊരു വഴിയിൽ കൂടി രമേശ് ചെന്നിത്തല അവിടെ നിന്ന് മടങ്ങിയതാണ്. അന്ന് മുതൽ രമേശ് ചെന്നിത്തലയുടെ സ്വതസിദ്ധമായുള്ള ആ നിറഞ്ഞ വിശാലമായ കണ്ണുകളൊക്കെ ചെറുതായി പോകുന്നൊരു മനോഹരമായ ചിരിയുണ്ട്. ആ ചിരി മിസ്സിംഗ് ആയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ TK ഗോവിന്ദനുമായി സംസാരിക്കുമ്പോൾ ആ ചിരി ബാക്ക് ഓൺ ട്രാക്കിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രശ്നപരിഹാരത്തിന് സൂചനയായി ആ ചിരിയെ കാണാവോ ഷഫീ? പൂർണ്ണ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തല അനുനയിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ചെന്നിത്തല ഇക്കാര്യത്തിൽ ഉയർത്തുന്ന ക്ലെയിമും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാനത്തിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ഒരു മന്ത്രി എന്ന പദവിയുള്ള രമേശ് ചെന്നിത്തലയെ അദ്ദേഹം ആഗ്രഹിച്ചത് മുഖ്യമന്ത്രി സ്ഥാനമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് തനിക്ക് അതിനുശേഷം എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നേക്കാം. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ക്ലെയിം അത് ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തരം എന്നുള്ളതല്ല, മറിച്ച് തനിക്കൊപ്പമുള്ള ആളുകളെ, പ്രത്യേകിച്ച് തനിക്കൊപ്പം നിൽക്കുന്ന ആളുകളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കണം. ഗ്രൂപ്പ് സമവാക്യം, മറ്റു സമവാക്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തനിക്കൊപ്പം ഉണ്ടായിരുന്ന, തന്നെ വിശ്വസിച്ചിരുന്ന ആളുകളെ കൈവിടാൻ കഴിയില്ല. അവർക്ക് അർഹമായി അല്ലെങ്കിൽ അർഹതയുള്ള ആളുകളെ അക്കാര്യത്തിൽ പരിഗണിക്കണം, അവരെ ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ചെന്നിത്തല ഇപ്പോൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്ന, ACCക്ക് മുൻപിലേക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ക്ലെയിം. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഈ അൻവർ സാദത്തിനെ പോലെ 4 ടൈം MLA ആയിട്ടുള്ളയാൾ, അവരെയൊക്കെ ഇനി ഏത് ഘട്ടത്തിൽ പരിഗണിക്കുമെന്നുള്ളൊരു കാര്യം അത് രമേശ് ചെന്നിത്തല ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതും ഏറ്റവും നിർണായകമാണ്. മാത്രവുമല്ല, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ, ചെന്നിത്തല ഏതു വിധത്തിൽ ക്യാബിനറ്റിൽ അക്കോമഡേറ്റ് ചെയ്യും. പക്ഷേ ചെന്നിത്തല കാര്യത്തിൽ പറയുന്നത് തന്നെ അക്കോമഡേറ്റ് ചെയ്തതിനപ്പുറത്തേക്ക് തന്റെ ഒപ്പമുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യണം. അതിനുശേഷം ക്യാബിനറ്റിലേക്ക് താൻ വരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. അതിൽ ഏതെങ്കിലും തരത്തിൽ പിടിവാശി താൻ കാണിച്ചിട്ടില്ല. മറിച്ച് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്, കോൺഗ്രസ് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല, ധനവകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. അത് മുൻപിലേക്ക് വെച്ച് ചെന്നിത്തലയുമായി ഒരു പക്ഷേ മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയേക്കാം. അത് ചെന്നിത്തല ഏത് വിധത്തിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ പലതാണ്, അല്ലെങ്കിൽ ഇപ്പോഴും സംശയങ്ങൾ പലതാണ്. ഏതായാലും ഇന്നുകൊണ്ട് ചെന്നിത്തലയുമായി ചർച്ച നടത്താൻ, ചർച്ച പൂർത്തീകരിക്കാൻ നോക്കുന്നുണ്ട് KC വേണുഗോപാൽ. അതേപോലെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, മറ്റു കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം ചെന്നിത്തലയുമായി ചർച്ച നടത്തും. അതിനുശേഷം ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ഒരു ഫോർമുല അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹാഷ്മി, ഷഫീദ്, ഇതിലെ പ്രശ്നം സീനിയോറിറ്റിയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം ആദ്യം മന്ത്രിയാകുമ്പോൾ VD സതീശൻ താരതമ്യേന ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയായ നേതാവാണ്. അത് കഴിഞ്ഞ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രിയാവുന്ന ക്യാബിനറ്റിൽ
ഒരു ഹോം പോർട്ട്ഫോളിയോ എങ്കിലും ഇല്ലാതെ ധനകാര്യ വകുപ്പിലേക്കൊക്കെ വരിക. മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തരം കയ്യിൽ വെച്ചിരുന്ന ആളുകൂടിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ എങ്ങനെയാണ് ആഭ്യന്തരം പോലും ഇല്ലാതെ ആ ക്യാബിനിലേക്ക് വരിക? ആഭ്യന്തരം വാങ്ങുകയാണെങ്കിൽ ഇക്കാലം അത്രയും കൂടെ വന്ന നേതാക്കൾക്കൊന്നും വാങ്ങിക്കൊടുത്തില്ല എന്ന ദുഷ്പേര്. അങ്ങനെ മൊത്തത്തിൽ ചില കൺഫ്യൂഷൻസ് RC ക്യാമ്പിൽ ഉണ്ട് ഷഫീദ്, അല്ലേ? ഹാഷ്മി, ഉറപ്പായിട്ടും അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. കാരണം ചെന്നിത്തല ഒരു സീനിയർ മോസ്റ്റ് നേതാവാണ്. മാത്രമല്ല വർഷങ്ങളായി കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുന്നയാളാണ്. അധികാരമില്ലാതിരുന്ന 10 വർഷവും അദ്ദേഹം സജീവമായി ഭരണപക്ഷത്തിനെതിരെ വിമർശനം ഉയർത്തിയ ഒരാളാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചെന്നിത്തലയ്ക്ക് മെറിറ്റാണ്. മാത്രമല്ല നമ്മൾ ആ ദിവസം, അതായത് മുഖ്യമന്ത്രി ആരെന്ന് AICCയിൽ നിന്ന് വിവരം പുറത്തേക്ക് വന്ന ദിവസം അന്നത്തെ രമേശ് ചെന്നിത്തലയുടെ ബോഡി ലാംഗ്വേജ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ തീരുമാനത്തിന് തൊട്ടു മുൻപ് രാഹുൽ ഗാന്ധി വിളിച്ചപ്പോൾ പോലും ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് ചെന്നിത്തലയിലേക്കും ചെന്നിത്തലയിൽ നിന്ന് ഗുരുവായൂരിലേക്കുമാണ് മടങ്ങിയത്. ശേഷം നമ്മൾ ചെന്നിത്തലയെ കാണുന്നത് ഗുരുവായൂരിലാണ്. ഗുരുവായൂരിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ പോലും ഹൈക്കമാൻഡ് തീരുമാനം അക്സെപ്റ്റ് ചെയ്യുന്നു, VD സതീശന് പൂർണ്ണ പിന്തുണ എന്നൊക്കെയുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും നമുക്കറിയാം, സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി സ്ഥാനമടക്കം പ്രതീക്ഷിച്ചിരുന്ന ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാകും, അതെടുക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി ചെന്നിത്തല എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, ചെന്നിത്തല ഉയർത്തുന്ന ആവശ്യങ്ങളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത് AICC സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട ഒരു ഫെയർ പ്ലേ നടത്തിയത് ചെന്നിത്തലയാണെന്നുള്ള കാര്യം അത് ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരസ്യമായ വിഴുപ്പരക്കലിലേക്ക് ചെന്നിത്തല കടന്നിരുന്നില്ല. ഈ ഘട്ടത്തിൽ പോലും ചെന്നിത്തല ഏതെങ്കിലും തരത്തിൽ ഒരു പരസ്യ പ്രതികരണമോ മറ്റൊരു കാര്യത്തിലേക്കോ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പോർട്ട്ഫോളിയോയിലേക്ക് അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. അതിനൊക്കെ അപ്പുറം നിലവിൽ ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കിട്ടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളുണ്ട്. എന്തായാലും ഈ വിഷയത്തിലടക്കം KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും നിലപാടുകൾ നിർണായകമാകും. KC ഇതിനോടകം തന്നെ ചെന്നിത്തലയുമായി ഫോണിലടക്കം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ അത് ചെന്നിത്തലയ്ക്കാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ചെന്നിത്തലയ്ക്കൊപ്പമുള്ള നേതാക്കളെ, അത് ഈ പറയുന്ന അൻവർ സാദത്ത് അടക്കമുള്ള ആളുകളുണ്ട്, അതിൽ അർഹരായിട്ടുള്ള ആളുകളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കണം. രണ്ടാമത്തേത്, ചെന്നിത്തല ക്യാബിനറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ പ്രാധാന്യത്തോടുള്ള ഒരു പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന് ഉറപ്പാക്കണം, അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയണം. മാത്രമല്ല പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ ചെന്നിത്തലയുമായി സംസാരിക്കുമ്പോൾ ഇതുവരെയും അദ്ദേഹം ഏതെങ്കിലും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ക്യാബിനറ്റിലേക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തിട്ടില്ല. തനിക്കൊപ്പമുള്ള ആളുകളെ പരിഗണിക്കട്ടെ, അതിനുശേഷം ആ വിഷയത്തിൽ സംസാരം, ആ വിഷയത്തിൽ ചർച്ച എന്നുള്ള നിലപാടിലാണ് ചെന്നിത്തല ഉള്ളത്. മുതിർന്ന നേതാക്കൾ ചെന്നിത്തലയുമായി ഫോണിലടക്കം ബന്ധപ്പെടുന്നുണ്ട്. അതിനൊക്കെ ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം. ഹാഷ്മി, ഓക്കെ, ആ വിഷയത്തിൽ ചില കൺഫ്യൂഷൻസ് ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല ഇപ്പോൾ KC വേണുഗോപാൽ വളരെ സജീവമായ മന്ത്രി ചർച്ചയിലുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡും KCക്കൊക്കെ അതിൽ വ്യക്തമായ നിർണായകമായ സേ ഉണ്ട്. ഒരുപക്ഷെ സണ്ണി ജോസഫ് ഒഴിയുകയാണെങ്കിൽ KPC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക KC വേണുഗോപാലിൻ്റെ ആശീർവാദമുള്ള ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല, മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. അങ്ങനെ വരുമ്പോഴേക്കും ആഭ്യന്തരം കൂടി ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന ചോദ്യം VD സതീശൻ ക്യാമ്പിലുണ്ട്. റവന്യൂ ഏറ്റെടുക്കുമെന്ന ചോദ്യം RC ക്യാമ്പിലുണ്ട്. ചോദ്യങ്ങൾ ഒരുപാടാണ്. ഇന്ന് തന്നെ മറുപടി ഉണ്ടാവുകയും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.